നീ എന്തെങ്കിലും പറ. വേണ്ടാട്ടാ, ഇപ്പം പറയുന്ന വട്ട് കേസിലൊന്നും പോയി തലവെക്കണ്ട, അവസാനം വള്ളിക്കെട്ടാവും. നീ പോടാ, നീ പറ. അത് ഈ വീടിന്റെ മതിലൊക്കെ ചാടാന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ്, ഓവറാകണം. എടാ ഇപ്പോഴത്തെ പെമ്പിളേർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിള്ളേര് ഇഷ്ടം. അല്ലാണ്ട് സിമ്പിളായിട്ട് നടക്കണ ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ പുറകെ നടക്കണ്ടാവും. കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ വർക്കൗട്ട് ആവൂ. നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്താ അവൾ എന്തായാലും വീണിരിക്കും. പട്ടിയുടെ സൗണ്ട് അല്ലേ കേട്ടാ? എടാ പേടിക്കണ്ട, ഞങ്ങളിവിടെ കാവലുണ്ട്. എടാ ജോണേ, നീ കറക്റ്റായിട്ട് അവന്റെ റൂം പറഞ്ഞു കൊടുത്തില്ലേ? മേലെ കയറിയിട്ട് റൈറ്റ് റൂം. മേലെ കയറിയിട്ട് റൈറ്റ്. മറക്കണ്ട, കറക്റ്റായിട്ട് കയറിക്കോ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നീ പോടാ. നിങ്ങളിവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പോടാ. ധൈര്യമായിട്ട് പോ. പാമ്പൊക്കെ ഉണ്ടാവോ? കർത്താവ് കാത്തോളണേ. പൊക്കോ. ദൈവമേ, മിന്നിച്ചേക്കണേ. പിന്നെ ഹൈസ്കോർ, ഹൈസ്കോർ. ഒന്ന് പോടപ്പാ. താഴത്തെ റൂമിലൊക്കെ കിടന്നു പോലെയാണ്. എടാ ഇനി അവളെങ്ങനെ റൂം എങ്ങാനും മാറി കിടക്കോ? ഞാൻ എപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങണ ഇവിടെ അല്ലേ. അവക്കാണെ റൂട്ടിലുള്ള ഒരു കളിയില്ല. മേലെ കയറിയിട്ട് എടുത്ത റൂം. ഏത് റൂമാന്ന്? എടുത്ത് റൈറ്റ്. ഓടിക്കോ. അയ്യോ നീ പോരെ. ഓടിക്കോടാ. ചാരണ മാഷ് കയ്യോടെ പിടിക്കാൻ നോക്കി, ഓടിക്കളഞ്ഞു. കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടെന്നാ കേട്ടെ. എന്തായാലും ഈ മാഷ ഭാര്യ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മാഷേക്കാൾ 20 വയസ്സ് കുറവാ. അയാൾക്ക് പ്രായം കുറെ ആയില്ലേ, പഴയ പോലൊന്നും. അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ. ആളാരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു. കാശ് തന്നിട്ട് പോണ പിള്ളേരെ പറ്റൂസത്തിൽ എഴുതി കേട്ടാ. എന്താടാ? ഞാനുണ്ട്.